നമസ്കാരം. മാലിന്യം നമുക്ക് വെറുമൊരു ഇരുട്ടാണ്, അല്ലേ? പക്ഷേ അതേ മാലിന്യത്തിൽ നിന്ന് വെളിച്ചമുണ്ടാക്കിയ ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. തന്റെ ഗ്രാമത്തിന് മുഴുവൻ പ്രകാശമേകിയ ഒരു സാധാരണ കുട്ടിയുടെ അസാധാരണമായ ഒരു കഥ. നമ്മളെല്ലാവർക്കും അങ്ങനെയൊരു സ്വപ്നം കാണില്ലേ? ചിലപ്പോൾ അത് ആകാശമുട്ടെ വലുതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു മിന്നാമിനിങ്ങിന്റെ അത്രയുണ്ടാവും. പക്ഷേ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ശേടാ എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് തോന്നിപ്പോയിട്ടില്ലേ? ഉറപ്പായും തോന്നിയിട്ടുണ്ടാവും. നിങ്ങളുടെ സ്വപ്നം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ശരി, വഴിയിലെ എത്രയൊക്കെ തടസ്സങ്ങൾ വന്നാലും ശരി, അതിനെ എന്തിനാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു യഥാർത്ഥ കഥയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കഥയിലെ നായകന്റെ പേര് ജോർജ് എന്നാണ്. നഗരത്തിലെ വെളിച്ചമൊന്നും എത്താത്തൊരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു അവന്റെ ജീവിതം. ജോർജിന്റെ ജീവിതത്തിൽ രസകരമായൊരു കാര്യമുണ്ടായിരുന്നു. അതായത്, അവന് നല്ല ഷൂസോ പുതിയ ഉടുപ്പുകളോ, എന്തിനേറെ പറയുന്നു, രാത്രിയായാൽ പഠിക്കാനൊരു ബൾബിന്റെ വെളിച്ചം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെല്ലാം മുകളിലായി അവനൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിനു പിന്നിൽ ഒരു കാരണവുമുണ്ടായിരുന്നു: അവന്റെ അമ്മ, ഒപ്പം തോൽക്കാൻ തയ്യാറല്ലാത്തൊരു മനസ്സും. ഏതൊരു വലിയ യാത്രയ്ക്കും പിന്നിൽ ശക്തമായ ഒരു എന്തിന് എന്ന ചോദ്യത്തിനൊരു ഉത്തരം വേണം. ജോർജിന്റെ ജീവിതത്തിൽ ആ ഉത്തരം വളരെ ലളിതമായിരുന്നു: ഹൃദയത്തിൽ തൊടുന്ന ഒന്നും. രാത്രിയുടെ തണുപ്പത്ത് വഴിയരികിലിരുന്ന് മധുരക്കിഴങ്ങ് വിൽക്കുന്ന അമ്മയ്ക്കൊരു വിളക്ക്. ആ ഒരൊറ്റ ആഗ്രഹമായിരുന്നു അവന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഊർജ്ജം. ഒരു സ്വപ്നം മനസ്സിലുണ്ടാവുന്നത് യാത്രയുടെ തുടക്കം മാത്രമാണല്ലോ. അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴി എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജോർജ് നേരിട്ട ആ വെല്ലുവിളികളാണ്. അപ്പോൾ അവൻ നേരെ പോയിട്ട് ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നൊക്കെ വയറുകളും പഴയ ബാറ്ററികളും പിന്നെ കേടായ റേഡിയോയുടെ കഷ്ണങ്ങളും ഒക്കെ പെറുക്കിയെടുത്തു. എന്നിട്ട് വിളക്കുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ എന്താ സംഭവിച്ചേ? ആദ്യത്തെ ശ്രമം അത് പുകഞ്ഞു കരിഞ്ഞുപോയി. രണ്ടാമത്തേതോ ചാർജാവുന്നേയില്ല. മൂന്നാമത്തേതുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കയ്യിന്ന് വീണ് ചെതറിപ്പോയി. ഇതങ്ങനെ ഒരു തുടർക്കഥ പോലെയായി. സ്വന്തം പരാജയങ്ങൾ ഒരു വശത്ത്, മറുവശത്തോ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കളിയാക്കലുകളും. നീ നിന്റെ അമ്മയെപ്പോലെ മധുരക്കിഴങ്ങ് വിൽക്കാൻ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ കേൾക്കുമ്പോൾ ജോർജിന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷേ എല്ലാ വാതിലുകളും അടഞ്ഞിരുന്നില്ല. തന്റെ സംശയങ്ങളുമായി ജോർജ് ഗ്രാമത്തിലെ പ്രായമായൊരു ഇലക്ട്രീഷ്യന്റെ അടുത്തേക്ക് ചെന്നു. അവന്റെ കണ്ണുകളിലെ ആ തീ കണ്ടിട്ടാകണം ആ മനുഷ്യനാകെ പറഞ്ഞത് ഒരൊറ്റ വാചകമാണ്: എങ്കിൽ നിർത്തരുത്. ചില സമയത്ത് നമുക്ക് മുന്നോട്ടു പോകാൻ വേണ്ടത് അങ്ങനൊരു വാക്കിന്റെ താങ്ങായിരിക്കും. ആ വാക്കുകൾ അവനൊരു പുതിയ എനർജി കൊടുത്തു. അവൻ വീണ്ടും ശ്രമം തുടർന്നു. അധികം വൈകാതെ തന്നെ അവന്റെ ആ പരിശ്രമങ്ങൾക്കുള്ളൊരുത്തരം പോലെ ഒരു വലിയ അവസരം അവനെ തേടിയെത്തി. ഒരു ദിവസം സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ഒരു അറിയിപ്പുമായി ക്ലാസ്സിലെത്തി. ഒരു വലിയ കമ്പനി യുവ കണ്ടുപിടുത്തക്കാരെ കണ്ടെത്താനായി ഒരു മത്സരം നടത്തുന്നു. ജയിക്കുന്ന ആൾക്ക് വലിയൊരു സമ്മാനവുമുണ്ട്. പക്ഷേ അത്രയധികം തവണ തോറ്റുപോയ ജോർജിന് വീണ്ടും ശ്രമിക്കാനൊരു മടിയുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരിമായ അവനെ പ്രോത്സാഹിപ്പിച്ചത്: ജോർജ്, നീ ഒന്നുകൂടി ശ്രമിക്കണം. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ആ വാക്കുകൾ അവനൊരു പുതിയ പ്രതീക്ഷ കൊടുത്തു. അങ്ങനെ മത്സര ദിവസമെത്തി. ഓരോ കുട്ടികളായി വന്ന് അവരുടെ കണ്ടുപിടുത്തങ്ങൾ കാണിച്ചു. അവസാനം ജോർജിന്റെ ഉഴായി. കൈയൊക്കെ ചെറുതായി വിറച്ചുകൊണ്ട് അവൻ തന്റെ പെട്ടി തുറന്നു. ആ വിളക്ക് പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു: ഇതെന്റെ സൗരോർജ്ജ വിളക്കാണ്. അവൻ അതിന്റെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്തു. ഒരു നിമിഷം ആ മുറിയിൽ ശ്വാസം പോലും വിടാത്ത നിശബ്ദത. എന്നിട്ട് പെട്ടെന്ന് ആ മുറി മുഴുവൻ വെളിച്ചം കൊണ്ട് നിറഞ്ഞു. അവന്റെ വിളക്ക് അത് പ്രവർത്തിച്ചു. ശരിക്കും പ്രവർത്തിച്ചു. അത്രയും കാലത്തെ അവന്റെ കഷ്ടപ്പാട് അതിന് ഫലം കണ്ടിരിക്കുന്നു. ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു അവന്റെ ജീവിതം ആകെ മാറിമറിഞ്ഞു. കളിയാക്കലുകളും പരാജയങ്ങളും കേട്ട് തഴമ്പിച്ച ആ കുട്ടി മത്സരത്തിൽ ഒന്നാമതെത്തി. സമ്മാനമായി കിട്ടിയതോ നഗരത്തിലെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ്. എന്നാൽ ഏറ്റവും വലിയ വിജയം അതായിരുന്നില്ല. ജോർജ് ഉണ്ടാക്കിയ ആ കുഞ്ഞു വിളക്ക് അവന്റെ ഗ്രാമത്തിലെ ഒരുപാട് വീടുകൾക്ക് വെളിച്ചമായി മാറി. കുട്ടികൾക്ക് രാത്രിയിൽ പഠിക്കാനും അമ്മമാർക്ക് വെളിച്ചത്തിൽ ഭക്ഷണം പാകം ചെയ്യാനും പറ്റി. നോക്കൂ, അവന്റെ സ്വപ്നം അവനേക്കാൾ വലുതായി. എന്നാൽ ജോർജിന്റെ കഥ അവന്റെ വിജയം കൊണ്ട് മാത്രം തീരുന്നില്ല. കാരണം അവന്റെ യാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും പഠിക്കാനൊരു പാഠമുണ്ട്. അതാണ് ഒരു യഥാർത്ഥ വിജയിയുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആരാണ് ശരിക്കും ഒരു വിജയി? ജോർജിനെ പോലെ ഒരിക്കലും വീഴാത്ത ആളുകളല്ല, മറിച്ച് എത്ര തവണ വീണാലും ഓരോ തവണയും കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അപ്പോ നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള വഴി എന്തായിരിക്കും? ജോർജ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: പരാജയപ്പെടുമ്പോൾ എഴുന്നേൽക്കണം. തുടങ്ങാൻ വലിയ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല. അവൻ മാലിന്യം ഉപയോഗിച്ചതുപോലെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങാം. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുക, തെറ്റുകൾ തിരുത്തുക, എന്നിട്ട് ധൈര്യമായി വീണ്ടും തുടങ്ങാം. ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായൊരു തീരുമാനം ഒരുപക്ഷേ ഇതായിരിക്കും: ഞാൻ പിന്മാറില്ല. നിങ്ങളുടെ സ്വപ്നം എന്തു തന്നെയായാലും ഈ ഒരു തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ ഒരു നാൾ ലോകം നിങ്ങളെയും അംഗീകരിക്കും. അതുകൊണ്ട് ആ സ്വപ്നത്തെ ജീവനോടെ നിലനിർത്തുക. കാരണം അതിൽ നിന്നാണ് നാളത്തെ വെളിച്ചമുണ്ടാവുന്നത്.